നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള KPCC നേതൃ ക്യാമ്പ് ഇന്ന് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ തുടങ്ങും. KPCC ഭാരവാഹികൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, MP-മാർ, MLA-മാർ എന്നിവർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് ഇലക്ഷൻ മോഡിലേക്ക് കടക്കുകയാണ്. ലക്ഷ്യ 2026 എന്ന ഒരു പ്രഖ്യാപനവുമായിട്ടുള്ള ദ്വിദിന ക്യാമ്പാണ് ബത്തേരിയിൽ ആരംഭിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട അജണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൂർണ്ണ സജ്ജമായി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുകയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിനുള്ള തന്ത്രങ്ങൾ ഇവിടെ രൂപപ്പെടുന്നു. ഇപ്പോൾ നമുക്കൊപ്പം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും MLA-മായ PC വിഷ്ണുനാഥ് ചേരുകയാണ്. വിഷ്ണു, ഇവിടെ എന്താണ് പ്രധാനമായി നടക്കാൻ പോകുന്നത് ഈ 2 ദിവസം? രണ്ട് കാര്യങ്ങളിന്മേലാണ് പ്രധാനമായിട്ടും ഈ ലീഡർഷിപ്പ് സമ്മിറ്റ് നടക്കുന്നത്. ഒന്ന്, നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് സോൺ വൈസ് ആയിട്ട് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വളരെ ആഴത്തിൽ അത് വിശകലനം ചെയ്യുന്ന ഒരു ഘട്ടമാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, സർക്കാരുകൾക്കെതിരെ നടത്തേണ്ട ജനകീയ സമരങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ, ഇതായിരിക്കും ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ട, ഈ ലീഡർഷിപ്പ് സമ്മിറ്റിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രസംഗങ്ങൾക്കുപരിയായി ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് സമ്മിറ്റാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഇപ്പം മസൂന മിസ്ത്രിയെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 20-നകം ആദ്യ പട്ടിക വരുമെന്ന് സൂചനകളുണ്ട്. എന്താണ് ഇലക്ഷൻ കമ്മിറ്റി എന്നത്തേക്കാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത്? ഈ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേരും. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, കോർ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ ആ നേതൃത്വ യോഗത്തിൽ വളരെ നേരത്തെ തന്നെ സംഘടന സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അനൗൺസ്മെൻ്റ് ആണ്. അവരാണ് കേരളത്തിലെ വിവിധ നേതൃത്വമായിട്ടും വിവിധ വിഭാഗങ്ങളുമായിട്ടും, വിഭാഗം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഇപ്പോൾ DCC തലത്തിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യും, അല്ല ചില സംസ്ഥാനങ്ങളിൽ അതിനും താഴെ ബ്ലോക്ക് തലത്തിലെ നേതാക്കന്മാരുമായിട്ട് പോലും സ്ക്രീനിംഗ് കമ്മിറ്റി അഭിപ്രായങ്ങൾ തേടുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ പ്രവർത്തിച്ച സമയത്ത്. അപ്പോൾ ആ നടപടികളിലേക്ക് അവർ കടക്കും. അപ്പം സ്ക്രീനിംഗ് കമ്മിറ്റി അനൗൺസ് ചെയ്താൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയ നടപടികൾ ആരംഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ MP-മാർ ഒക്കെ മത്സരിക്കുമെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. ഇപ്പോൾ കെ സുധാകരനൊക്കെ പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഏതെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കേണ്ട കാര്യമാണത്. ഇപ്പോൾ MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഒരു തീരുമാനം ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് പിന്നെ അതിൽ ആരൊക്കെ മത്സരിക്കുക വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നാണ് അത്തരം ഒരു നയപരമായ തീരുമാനം ഉണ്ടാകേണ്ടത്. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പോലുമല്ല, അതിനു മുകളിലാണ് MP-മാരുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് എല്ലാ കാലത്തും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെതാണ് ഒരു ഫൈനൽ ഡിസിഷൻ. ഈ കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി എപ്പോഴും വരുന്നൊരു ചർച്ച ഈ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതാണ്. ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീർപ്പ് വരുമോ? അല്ല, ഇവിടെ ഈ നേതൃത്വ സമ്മിറ്റിൻ്റെ, ലീഡർഷിപ്പ് സമ്മിറ്റിൻ്റെ, ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റിൻ്റെ തന്നെ സ്വഭാവം തന്നെ ഇവിടെ എല്ലാ നേതാക്കന്മാരും എല്ലാവരും ഈ 2 ദിവസവും ഒരേ സ്വഭാവത്തിൽ ഇതിനകത്ത് ഇടപെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് ഇത്. ഞാൻ എടുത്തു പറയാൻ കാരണം ഇത് തന്നെയാണ് നിയമസഭയിലേക്ക് പോകുമ്പോഴും കോൺഗ്രസിൻ്റെ ഒരു സമീപനം. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് UDF-ന് അധികാരത്തിലെത്തുക, അതിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഒറ്റ ലക്ഷ്യം. ഈ പറഞ്ഞ കാര്യങ്ങളടക്കം, മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ളതൊക്കെ അതിനുശേഷം വരുന്ന കാര്യമാണ്. കാരണം ഇത്തരം മുഖ്യമന്ത്രി സ്ഥാനം, സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം, ഇതിലൊക്കെ തട്ടി മുമ്പ് അധികാരം നഷ്ടപ്പെട്ട അനുഭവമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠം പഠിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. 10 കൊല്ലത്തെ രാഷ്ട്രീയ അനുഭവ പാഠങ്ങൾ കോൺഗ്രസിനെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പാഠങ്ങളിലൊന്നാണ് ഒരുമിച്ച് നിന്നാൽ വിജയം ഉറപ്പാക്കാം എന്നുള്ള ഒരു ചിന്ത. അതാണ് ഇപ്പോൾ വിഷ്ണുനാഥ് പറഞ്ഞത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഭിലാഷിനൊപ്പം ആർ ശ്രീജിത്ത്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.